ഹായ് ഫ്രണ്ട്സ്, വിജയ രമേഷ് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നുണ്ട്. ബിഗ് ബോസിൻ്റെ 93-ാം ദിവസത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയുന്നത്. വീഡിയോ ഇടാൻ ഒത്തിരി ലേറ്റായിപ്പോയി. ഇന്നലെ അമ്മയ്ക്ക് പെട്ടെന്നൊരു ചെസ്റ്റ് പെയിൻ വന്നത് കാരണം ഹോസ്പിറ്റലിലായിരുന്നു. ഉറക്കക്ഷീണമുണ്ട്. പിന്നെ മാത്രമല്ല ബന്ധുക്കളും അയൽക്കാരും സുഹൃത്തുക്കളൊക്കെ വരികയും ഫോൺ വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്തത് കാരണം വീഡിയോ എടുക്കാനും ഇന്നത്തെ എപ്പിസോഡ് കാണാനും താമസിച്ചു പോയി. എന്തായാലും കുറച്ച് അങ്ങ് ഓടിച്ച് കണ്ടതിന് ശേഷം ഒരു റിവ്യൂവിന് തയ്യാറാക്കിയ വീഡിയോ ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് ബിഗ് ബോസ് ഹൗസ് നടന്നത് നമുക്ക് നോക്കാം. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ റിവ്യൂയിലേക്ക് പോകാം. രാവിലെ തന്നെ സുന്ദരി സുന്ദരി ആ പാട്ടൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം നമ്മുടെ ഋഷിയും യമുനയും ഒരു കോൺവെർസേഷൻ നടക്കുകയാണ്. വേറൊന്നുമില്ല, നമ്മുടെ യമുനയ്ക്കൊരു ഡൗട്ടാണ്. അത് ജിൻഡോ ഭയങ്കരമായി മാറിയല്ലേ, ടോട്ടലി ഒരു മാറ്റം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഋഷി പറഞ്ഞ ജിൻഡപ്പൻ ഭയങ്കര എന്താ പറയണ്ട ബുദ്ധിയോടെയാണ് കളിക്കുന്ന രീതിയിൽ നമ്മുടെ യമുനയും ഋഷിയും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ജാസ്മിനും അതുപോലെ തന്നെ യമുനയും സംസാരിക്കുന്നുണ്ട്. ജാസ്മിനും യമുന എന്താ സംസാരിക്കുന്നത് വെച്ചാൽ, ജാസ്മിൻ്റെ അടുത്ത് പറയാണ്ട് ഒരുപാട് ദൂരം എത്തിപ്പെടാനുള്ള കുട്ടിയാണ് നീ, നിനക്ക് നല്ല കഴിവുണ്ട്. അപ്പോൾ ജാസ്മിൻ പറയാണ്, എനിക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല ചേച്ചി, ഞാൻ ഒട്ടും ഹാപ്പിയല്ല. ഗബ്രി പോയതിന് ശേഷം ഞാൻ ഒരു എവിക്ഷൻ പോലും പേടിച്ചിട്ടില്ല. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഞാൻ തെറ്റ് ചെയ്തതെന്ന് തോന്നിയേക്കാം, പക്ഷേ എനിക്ക് അവനോട് ഇഷ്ടമുണ്ട്. എനിക്ക് ഒരു കംഫർട്ട് സോൺ അവനാണ് എന്ന രീതിയിൽ നമ്മളെ യമുനയെടുത്ത് ജാസ്മിൻ സംസാരിക്കുന്നു. അതുപോലെ തന്നെ അന്ന് ഗബ്രി പോയതിന് ശേഷം ഞാൻ എന്തോരം കരഞ്ഞെന്നറിയാമോ, എനിക്ക് അവനോട് പ്രേമമില്ല, പക്ഷേ അവൻ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ എനിക്കൊരു കംഫർട്ട് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കരയുന്നു. അപ്പോൾ ജാൻമണി വന്ന് ആശ്വസിപ്പിക്കുന്നു, നോ അടി കിട്ടും എന്നൊക്കെ രീതിയിൽ അവർ സംസാരിക്കുന്നുണ്ടേ. ഋഷിയും അഭിഷേകും ശ്രീതും ഒക്കെ ഇങ്ങനെ ഡോർ തുറന്ന് വെച്ച് സംസാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ജാൻമണി വന്ന് പറയുന്നുണ്ട്, എന്തിനാ ഡോർ തുറന്ന് സംസാരിക്കുന്നതെന്ന്. അപ്പോൾ ഋഷി ചോദിക്കുകയാണ്, അതിനെന്താ ജാൻമണിയാണ് ബില്ല് കൊടുക്കുന്നത് എന്താണെന്ന രീതിയിൽ. അപ്പോഴത്തേക്ക് ജാനു ഭയങ്കര വിഷമായി, ജാൻ തിരിച്ചു പോകുന്നുണ്ട്, കരഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ അഭിഷേക് പറഞ്ഞു, നീ അങ്ങനെ പറഞ്ഞത് വിഷമായിപ്പോൾ, അതെന്താ ഞാൻ വെള്ളം ഗ്ലാസ്സിൽ കുടിച്ചപ്പോൾ ബോട്ടിൽ കുടിക്കാൻ പറഞ്ഞു, എന്നെ ഇങ്ങനെ എന്താ കൺട്രോൾ ചെയ്യാൻ പറഞ്ഞത് എനിക്കിഷ്ടമല്ല, അൻസിബ പോലും എന്നെ ഇങ്ങനെ വരുന്നില്ല എന്ന രീതിയിൽ സംസാരിക്കുന്നു. അപ്പോഴത്തേക്ക് ജാൻമണി പറയുന്നു, ഞാനിവിടെ വന്നതാണ് തെറ്റ്, ഞാനിവിടെ വരേണ്ടായിരുന്നു എന്ന രീതിയിൽ. അങ്ങനെ യമുന പോയി ആശ്വസിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ജിൻഡോയും അതുപോലെ തന്നെ ജാൻമണി സേർട്ട് വലിക്കുന്നു. ശ്രീതു അവിടെയുണ്ട്. അപ്പോൾ ഋഷി വന്ന് പറയുന്നത്, എന്തിനാ ഇങ്ങനെ കരയുന്നത്, വിഷമമായി എങ്കിലും സോറി പറയുന്നുണ്ട്, പക്ഷേ എനിക്കൊരു സ്പേസ് വേണം, അൻസിബ പോലെ എന്നെ ഇങ്ങനെ കൺട്രോൾ ചെയ്യില്ല, അൻസിബ പോലെ എനിക്കൊരു സ്പേസ് ഇട്ടേ സംസാരിക്കത്തുള്ളൂ, എനിക്കങ്ങനെ ആരും എന്നെ കൺട്രോൾ ചെയ്യുന്ന ഇഷ്ടമില്ല എന്ന രീതിയിൽ ഋഷി സംസാരിക്കുന്നു. അൻസിബ പാസ് ഇങ്ങനെ കൂടി നിൽക്കാനുള്ള ഋഷിക്ക് കുറച്ച് ഓവർ കോൺഫിഡൻറ്റ് വന്നോന്ന് എനിക്ക് ഡൗട്ടുണ്ട്, ഒരു ആറ്റിറ്റ്യൂഡ് സംസാരമൊക്കെ. എന്തായാലും എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്തായാലും അതിനുശേഷം ഹാളിൽ കുറച്ചൊരു ബോക്സ് പോലെ കാണുന്നുണ്ട്. അർജുനാണ് ഓടി വന്നെടുക്കുന്നുണ്ട്, പക്ഷെ അവിടെ ആരുമില്ല. പക്ഷേ സ്റ്റോർ റൂം വഴിയിട്ട് നമ്മുടെ പൂജയാണ് വന്നിരിക്കുന്നത്. വന്നപ്പോൾ എല്ലാവരുമായിട്ട് സന്തോഷം. നമുക്ക് ഒരു ആൾ പുറത്തുനിന്ന് വരുന്ന സമയത്ത് എല്ലാവരും ഓടിപ്പോയി ഷേക്ക് ഹാൻഡ് കൊടുക്കുകയും സുഖവിവരങ്ങൾ തിരക്കുകയൊക്കെ ചെയ്യുമല്ലോ, അതുപോലെ തന്നെ ആയിട്ട് അവിടെ ഒരു കോൺവെർസേഷനൊക്കെ നടക്കുന്നുണ്ട്. എന്നിട്ട് സ്റ്റോർ റൂമിനകത്ത് കേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ ജാൻമണി വരുന്നില്ല. അപ്പോൾ ജാൻമണി പുറത്ത് സിഗരറ്റ് റൂമിൽ ഒറ്റയ്ക്ക് നിൽക്കുകയായിരുന്നു. അങ്ങനെ ശ്രീതുപോയി വിളിച്ചപ്പോൾ വന്നില്ല. പിന്നെ അതിനുശേഷം ജാൻമണിയെ യമുനയാണ് പോയി കൺട്രോൾ ചെയ്ത്, എന്തിനാ നമ്മളിവിടെ 2-3 ദിവസം നിൽക്കാൻ വന്നതല്ലേ, ഇങ്ങനെ വിഷമിക്കാൻ പാടില്ല, ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നടക്കാൻ പാടില്ല, അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി നമുക്ക് കേക്ക് കട്ട് ചെയ്യുന്ന രീതിയിൽ ആശ്വസിപ്പിച്ച് കൊണ്ടുവരുന്ന കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിക്കുന്നുണ്ട്. അതിനുശേഷം എന്താ ഒരു ഭയങ്കരപ്പെട്ടൊരു കാഴ്ച കാണുകയാണ്. എന്താണെന്നറിയാവോ, നമ്മുടെ ജാസ്മിനും ജിൻഡോയും കൂടി ഇങ്ങനെ സംസാരമാണ്. ജാസ്മിനെ, നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ? അപ്പോൾ ജാസ്മിൻ പറഞ്ഞു, ഇല്ല കാക്ക, ഇവിടെ വന്ന് അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ജിൻഡോ കാക്ക എന്നല്ലേ വിളിക്കുന്നത്, പിന്നെ എല്ലാവരും എന്നെയും ഗബ്രിയും വെച്ച് ഓരോന്ന് പറയുന്നത് കാണുമ്പോഴാണ് എനിക്ക് വിഷമവും അതൊക്കെ പരമ പുച്ഛമാണ് എന്ന രീതിയിൽ സംസാരിക്കുന്നു. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് കുക്കുറുക്കൻ അങ്ങനത്തെ ഒരു പാട്ടൊക്കെ ഇട്ടതിന് ശേഷം ഇതാ ഒരാൾ പാവക്കുട്ടിയൊക്കെ ഇങ്ങനെ കളിച്ച് വരുന്നത് പോലെ വരുന്നുണ്ട്. ആരെന്നറിയുമോ, ശ്രീരേഖയാണ് വന്നിരിക്കുന്നത് കേട്ടോ. വളരെ സന്തോഷം, എല്ലാവരോട്ടും എന്താ പറയുക സന്തോഷം പങ്കുവയ്ക്കുന്നു. ശ്രീരേഖ ഇവിടുന്ന് പോയതിനെക്കാട്ടും ഉണങ്ങിയിട്ടുണ്ട്. നല്ല ചെറുപ്പമായ ജിൻഡോ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അവർ എന്താ പറയുക ഓരോരുത്തർ കാണുമ്പോൾ ആ സന്തോഷങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഒരു സ്പോൺസർ ടാസ്ക് പ്രോഗ്രാമാണ് നമ്മുടെ ടാസ്ക് ലെറ്റർ വായിക്കുന്നത് ശ്രീരേഖയാണ്. നല്ലത് കാണുമ്പോൾ തന്നെ അറിയാം, പ്രത്യേക ഒരു ലുക്കൊക്കെ ആയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ KP നമ്പൂതിരീസ് ബെസ്റ്റ് ഡെൻ്റൽ കെയർ ഹൗസ് മേഡ് ചലഞ്ച് ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ അത് എല്ലാവരും കൂടി തിരഞ്ഞെടുത്തിരിക്കുന്നത് ശ്രീധുവിനെയാണ്. അങ്ങനെ ശ്രീധുവിന് ട്രോഫിയൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ദൗത്യം കഴിഞ്ഞതിന് ശേഷം ഒരു ബിഗ് ബോസ് ഫാൻസി ഡ്രസ് ഷോ ആണ് നടക്കുന്നത് കേട്ടോ. അപ്പം നമ്മളെ ഋഷി ഉണ്ടല്ലോ, ഋഷിയാണെങ്കിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ ആ ഒരു മോഡലിലാണ് വന്നിട്ട് E=MC² എന്ന രീതിയിൽ സംസാരിക്കും. സത്യം പറഞ്ഞാൽ കാണുമ്പോൾ ആ ഒരു ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ആ ലുക്ക് കറക്റ്റായിട്ടുണ്ടല്ലേ. അതിനുശേഷം അർജുൻ വന്നിട്ട് ജോക്കർ ഉണ്ടല്ലോ, ആ ജോക്കറിൻ്റെ രീതിയിലാണ് വന്ന് അവതരിപ്പിക്കുന്നത്. അഭിഷേക് ആണെങ്കിൽ വോൾവർ. ജാസ്മിൻ്റെ അടിപൊളിയായിട്ട്
ക്യാമറമാൻ ഒരുക്കിയിട്ടുണ്ട്. പറയാതിരിക്കാൻ പറ്റത്തില്ല, നല്ല മാർവലസ് സൂപ്പർ കിടു ലുക്കായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം വന്നിരിക്കുന്നത് ശ്രീതുവാണ്. ശ്രീതു എന്താ ഇനി ഹാർലി ക്യൂൻ അങ്ങനെ എന്തോ ആണ് പറഞ്ഞിരിക്കുന്നത്, എനിക്കത് മനസ്സിലായിട്ടില്ല കേട്ടോ. അവസാനമായിട്ട് വന്നിരിക്കുന്നത് ജിൻഡോയാണ് കേട്ടോ. നമ്മുടെ ഗ്രാനൈറ്റിൻ്റെ പരസ്യത്തിലൊക്കെ നിൽക്കുന്നില്ലേ, അതുപോലെ ബിഗ് ബോസ് ഗ്രാനൈറ്റ് ജനകോടിയുടെ വിശ്വസ്ത പ്രോഗ്രാം എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നു. എന്നിട്ട് എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ഷോ ഇങ്ങനെ ഒരുമിച്ച് കാണിക്കുന്നുണ്ട്. അതിലേറ്റവും ജഡ്ജസ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഫസ്റ്റ് ജാസ്മിൻ, സെക്കൻഡ് ശ്രീതു, തേർഡ് ഋഷിയായിരുന്നു. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും കൊള്ളാം. അങ്ങനെ ആ ഒരു ഷോയ്ക്ക് ശേഷം എല്ലാവരും ആക്ടിവിറ്റി റൂമിലേക്ക് പോകുന്നുണ്ട്. ആക്ടിവിറ്റി ആയിട്ട് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഇതുവരെ കഴിഞ്ഞിട്ടുള്ള, അതായത് ഈ ബിഗ് ബോസ് തുടങ്ങിയത് മുതൽ അവസാനം വരെയുള്ള ടാസ്കുകളുണ്ടല്ലോ, ഈ നിമിഷം വരെയുള്ള ടാസ്കുകളെല്ലാം കോർത്തിണക്കിയിട്ടുള്ള ഒരു റീക്യാപ്പ് വീഡിയോയാണ് അവർക്ക് ടി വിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. എല്ലാവരും അത് കണ്ട് എൻജോയ് ചെയ്തതിന് ശേഷം അവർ പുറത്ത് വരുന്നുണ്ടായിരുന്നു. പുറത്ത് വന്നതിന് ശേഷം നമ്മുടെ പൂജയും ജാസ്മിനും തമ്മിലൊരു കോൺവെർസേഷൻ നടക്കുന്നുണ്ട്. പൂജ ചോദിക്കുന്നു, നീ ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ ആരെയാണ് ആദ്യം വിളിക്കുന്നത്? അപ്പോൾ ജാസ്മിൻ പറഞ്ഞു, ഞാൻ ഗബ്രി വിളിക്കും. ഗബ്രി ഇവിടെ ഫൈനൽ കാണാൻ വരുമല്ലോ, പിന്നെ ഞാൻ രണ്ടാമത് വീട്ടുകാരെ വിളിക്കും, അവർ പറയുന്നത് മൊത്തം ഇങ്ങനെ ഞാൻ കേൾക്കും, ഒന്നും തർക്കിക്കാൻ പോവില്ല, പിന്നെ അഫ്സലേക്കെ വിളിക്കും, എന്താ ഏതാന്നൊക്കെ ചോദിക്കും എന്ന രീതിയിൽ. എന്നിട്ട് അവർ സംസാരിക്കുന്ന വെച്ചാൽ പുറത്ത് ആരാണ് വിന്നർ എന്ന രീതിയിൽ ഇപ്പം തന്നെ അറിയാമായിരിക്കുമല്ലോ ആൾക്കാർക്ക്. അപ്പോഴത്തേക്ക് പൂജ പറയുന്നു, അത് നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ മനസ്സിലാകും എന്ന രീതിയിൽ. അതിനുശേഷം ബിഗ് ബോസിൻ്റെ BB+ ആണല്ലോ, BB+-നകത്ത് ഇത് ലൈവിൽ ഞാൻ ഹോസ്പിറ്റലിൽ ഇരുന്ന സമയത്ത് കുറച്ച് ഞാൻ ഹോട്ട്സ്റ്റാറിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇവരിങ്ങനെ കുപ്പി വെച്ചിട്ട് സോക്സ് എറിഞ്ഞ് കളിക്കുമല്ലോ, അപ്പോൾ അതാണ് ഈ ബിഗ് ബോസിൻ്റെ BB+ൽ കാണിച്ചിരിക്കുന്നത്. അതിൽ 2 ടീമാണ്, റോക്കറ്റ് ടീമും മിസൈൽ ടീമും, അഭിഷേകിൻ്റെയും അതുപോലെ തന്നെ അർജുൻ്റെയും ടീമായിരുന്നു. അപ്പോൾ രണ്ടുപേരും ഒരേപോലെ ഈക്വൽ വന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഈ BB+-നകത്തുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ദിവസം ബിഗ് ബോസ് ഹൗസിൽ നടന്നിരിക്കുന്നതെന്ന് നമ്മുടെ ശ്രീരേഖ ഗസ്റ്റായി വന്നിട്ടുണ്ട്, പൂജയും വന്നിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, അതായത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടല്ലോ കൊല ചെയ്യുന്ന ഒരിത്, അപ്പോൾ കൊലയാളിയായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന അർജുനെയും പിന്നെ അസിസ്റ്റൻ്റായിട്ട് ജാസ്മിനാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം ഇപ്പം ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ വീഡിയോ തന്നെ കുറേ പ്രാവശ്യമാണ് എടുക്കുന്നത് കേട്ടോ. കുറച്ചെടുക്കും, നമ്മുടെ പട്ടിക്കുട്ടന്മാർ കുറയ്ക്കും, പോയി നോക്കുന്ന സമയത്ത് അമ്മയെ നോക്കാൻ ആരെങ്കിലുമൊക്കെ വരും. അങ്ങനെയാണ് ഇത്രയും സമയം ഡിലേ ആയിപ്പോയത്. എന്തായാലും ഇത്രയും സമയം വീഡിയോ കണ്ട നിങ്ങൾക്ക് ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദിയുണ്ട്. ഇന്ന് രാത്രിയിലെ റിവ്യൂമേ വരാം. അതുവരെ നിങ്ങൾ നിന്ന് വിട പറയുന്നു. ബിജി രമേഷ് വ്ളോഗിലെ ബിജി. ഇഷ്ടം തരണം, കൂട്ടുകൂടാൻ മറക്കല്ലേ. ബൈ.